Play a Malayalam music. The playlist, Fresh Malayalam, on Amazon Music. Welcome back to my YouTube channel. This is our first video or second video. Anyways, അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ലീവുള്ള ദിവസമാണ്. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ലൈക്ക് ഒരു ഫ്രീ ആയിട്ടൊരു ദിവസം കിട്ടുന്നത്. സോ ഐ തോട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതിന് വേറെ കാരണങ്ങളുണ്ട്. സാധാരണ ലൈക്ക് എനിക്ക് പൊതുവെ ലീവുള്ള ദിവസം വീട്ടിലിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. വീട് വൃത്തിയാക്കുക, നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് ഐ തോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെതറാണ്. ഇന്ന് പുറത്ത് പോകാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ലൈബ്രറിയിലാണ്. ജർമ്മനി ആയതുകൊണ്ട് തന്നെ ഇവിടെ ജർമ്മൻ ബുക്സ് ആണ് മിക്ക ലൈബ്രറീസിലുള്ളത്. തപ്പിപ്പിടിച്ച് ഞാൻ അവസാനം ഒരു ലൈബ്രറി കണ്ടുപിടിച്ചു. എനിവേസ് നമ്മളൊരു പ്രതീക്ഷയിൽ അങ്ങ് പോവാണ്. ആൻഡ് പിന്നെ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഷോപ്പിംഗ്. അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീട് ഇപ്പോഴും ലൈക്ക് ഇൻ എ ബിൽഡിംഗ് സ്റ്റേജ് ആണ്. അപ്പൊ ഞാൻ ലൈക്ക് ഒന്നും വിചാരിച്ചല്ല പോകുന്ന. കടയിൽ പോകുമ്പോൾ ലൈക്ക് വീടിന്റെ എസ്തെറ്റിക്സിന് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി വാങ്ങിച്ചിട്ട് വരും, എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. പിന്നെ മീ ടൈം എന്നുള്ള സംഭവം തന്നെയാണ് ലൈക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 2025 തുടങ്ങി 2024 വലിയ മികച്ച വ്യത്യാസത്തോടെ ഒന്നല്ല 2025 പോകുന്നത്. ബട്ട് വിത്ത് ടൈം നമുക്ക് കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കാം. സോ അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം. പൊക്കോണ്ടിരിക്കുന്നത് ലൈക്ക് എൻ്റെ ഫേവറേറ്റ് സ്ട്രീറ്റിലൂടെയാണ്. ലൈക്ക് സൈഡിൽ കൂടെ ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടാവും. ലൈക്ക് ഭയങ്കര പിന്നെ ഒരു കാറ്റ് ടുഡേ. ഇന്നൊരു വെനസ്ഡേ ആയതാണ്. അപ്പോൾ ഈ വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. സാറ്റർഡേ സൺഡേ ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഈ സ്ട്രീറ്റിൽ കൊണ്ട് നടക്കാൻ പോലും പറ്റില്ല. അവിടുന്ന് ഇറങ്ങി ഗൈസ് ദിസ് ഇസ് മൈ ഫിറ്റ് ചെക്ക്. നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് ആക്ഷനിലാണ്. ജസ്റ്റ് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. ബേസിക്കലി ഞാൻ പോയത് ഒരു ബുക്ക് സ്റ്റോറിലാണ്, ലൈബ്രറി അല്ല. അപ്പോൾ ലൈബ്രറി ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ബുക്ക് എടുത്ത് വായിച്ച് കഴിഞ്ഞാൽ തിരിച്ചൊക്കെ കൊടുക്കാം. പക്ഷേ ബുക്ക് സ്റ്റോറിൽ അത് നടക്കില്ല. ബട്ട് നെവർത്തലെസ് നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം.
എന്തായാലും മുടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. ഇനി നമുക്ക് വീട്ടിൽ പോവാം. കാരണം ഒരു ദിവസത്തിൻ്റെ പകുതി നമ്മൾ പുറത്താണെങ്കിൽ പകുതി നമ്മൾ അകത്തിരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും. അതായത് ഇന്നും വർക്ക് ചെയ്ത പോലത്തെ ഒരു ഇത് വരും. അപ്പോൾ ഇവിടെ നിന്ന് മഴ പെയ്ത് നനഞ്ഞതിൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മൾ ഇൻഡോഴ്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ നമ്മൾ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ വീടെത്തി. റൂമിൻ്റെ കോലം നോക്കണ്ട. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എന്താണ്, ഫുഡ് കഴിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെയല്ലേ, ഈ ഷൂവിൻ്റെ ഹീൽ ഇത്രയാണ് എൻ്റെ ശരിക്കുള്ള സൈസ്. ഞാൻ ഇത്രയും വളർന്നു എല്ലാം ഇപ്പോഴാണ് ഭൂമിയിലേക്ക് ഇറങ്ങിയത്. ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ അപ്പം നമുക്കതിൽ നിന്ന് തന്നെ ഇന്ന് ഉച്ചത്തേക്കുള്ള ഫുഡിനുള്ള പാക്കറ്റ് ഫുഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സാധനമാണ്. ഇത് നമുക്ക് ഇത് പാത്രത്തിലിട്ട് ചൂടാക്കണം. ഞാൻ എൻ്റെ മമ്മിനെ പോലെ മാറിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് പല രീതിയിൽ തോന്നിയിട്ടുണ്ട്. ബട്ട് ഞാൻ എൻ്റെ മമ്മി അല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. അതായത് എനിക്കിപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ലൈക്ക് വാച്ച് ചെയ്യാൻ ഇഷ്ടം കുക്കറി ഷോസാണ്. ബട്ട് ഞാനൊരു കുക്കറി ഷോ കണ്ടാൽ ഞാൻ ആ ഫുഡ് ഉണ്ടാക്കും. അല്ലാതെ എൻ്റെ മമ്മി ഇരിക്കുന്ന പോലെ 24 മണിക്കൂർ ഇരുന്ന് കുക്കറി ഷോ കണ്ടിട്ട് ആളവസാനം ചോറും പരിപ്പ് കറി ഉണ്ടാക്കി തരും. യെസ് മമ്മി, യെസ് മമ്മി ഇത് കാണുന്നുണ്ടെങ്കിൽ മമ്മി ചിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഐ എം റൈറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ടിങ്ങനെ ഏഷ്യാനെറ്റിലൊരു കുക്കറി ഷോ ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ ഇരുന്ന് കാണും. ഞാൻ നോക്കുമ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഇരുന്ന് കാണുക. ഞങ്ങൾക്ക് എഴുതിയെടുക്കുന്നുണ്ട് എന്തൊക്കെയോ. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ചോറും തക്കാളിയും പരിപ്പും. ഓ മൈ ഗോഡ്. ബട്ട് ഞാൻ ഒരു കുക്കറി ഷോ കണ്ടിരിക്കാം, ഞാൻ ആ ഫുഡ് ഉണ്ടാക്കും. ഹലോ, അങ്ങനെ ഞാൻ നേരത്തെ നിങ്ങളോട് എല്ലാവരോടും ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണുമ്പോൾ അത് വൈകുന്നേരം, ഐ മീൻ ഉച്ച സമയമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായി. ബിക്കോസ് ഐ ഹാഡ് എ ക്ലാസ് ടു ടേക്ക് ആൻഡ് അത് 2 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും 6:30 7 മണിയായി. പിന്നെ കൂടി ഇന്നത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ബിക്കോസ് സമയമില്ല, എനിക്ക് നല്ല സമയം എടുത്ത് പോയതാണ്. ഓക്കെ, മൂടൊക്കെ പോയി. നമുക്ക് ശനിയാഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ഓക്കെ, ബട്ട് എനിക്കൊരു സംഭവം കാണിച്ചു തരാം. ഇന്ന ചെടി, ഈ ബീൻ ബാഗ് കേട്ടോ, ഇതെല്ലാം നമുക്കിന്ന് എന്ത് കിട്ടി, ഗിഫ്റ്റ് കിട്ടിയതാണ്. ബാഗ് ആക്ച്വലി ഫെർഷെങ്കനല്ല, ഫെർകൗഫൻ ചെയ്ത് നമുക്ക് കിട്ടിയ, അതായത് ലൈക്ക് സെക്കൻഡ് ഹാൻഡ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വരുമല്ലോ. അപ്പോൾ നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടും. 25 യൂറോയ്ക്ക് നമുക്ക് കിട്ടിയ ബീൻ ബാഗ് പ്ലസ് ഇങ്ങനെ കിട ഇത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ലൈക്ക് ഇന്ന് ഞാൻ ലൈബ്രറിയിൽ പോയി അവിടുത്തെ ചെയറിലിരുന്നപ്പോൾ വിചാരിച്ചു, അയ്യോ ലൈക്ക് ഇങ്ങനെ കോഴ്സായിട്ട് ഇരുന്ന് ബുക്കൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. ബട്ട് ലുക്ക് അറ്റ് ദിസ്, നമുക്കൊരു 2 plants, ഈ പ്ലാന്റും ഈ പ്ലാന്റും കിട്ടി. ടുഡേസ് പെർഫെക്റ്റ്. അപ്പോൾ ഇന്ന് വന്ന ഈ സാധനങ്ങൾ ഇന്ന് നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഗായ്സ്. ലുക്ക് അറ്റ് ദിസ് മെസ് ഗായ്സ്. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ വൃത്തിയാക്കാൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, TV വാങ്ങുമ്പോൾ ഈ കംപ്ലീറ്റ് സെറ്റപ്പ് മാറും. അപ്പോൾ TV മാറുമ്പോൾ TV വേറെ ഇഷ്ടമില്ല. ഇപ്പോൾ എല്ലാം TVയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കൗച്ച് ഇടുക, ഐ മീൻ ബീൻ ബാഗ് ഇടുക. ഐ എം സോ ഹാപ്പി. ലുക്ക് അറ്റ് ദിസ്, ഹൗ കോംഫി ഈസ് ദിസ്.